നമസ്കാരം, എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് മഹാവ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണ്. ഇതിൻ്റെ ഫലമായി 5 രാശിയിൽപ്പെട്ട 15 നക്ഷത്രങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന സർവ്വ തടസ്സങ്ങളും നീങ്ങുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരുന്നതാണ്. കർമ്മപുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഏറെ നാളത്തെ ആഗ്രഹങ്ങളായ പുതിയ ഗ്രഹം, വാഹനം, ഭൂമി മുതലായവ കൈവശം വന്നു ചേരുന്നതാണ്. എന്തുകൊണ്ടും ഈ 5 രാശിക്കാർക്ക് സൗഭാഗ്യകരമായ ഒരു വർഷം തന്നെയാണ് വ്യാഴമാറ്റം കൊണ്ട് ഇവർക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. ആരൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാർ എന്ന് നോക്കാം. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവക്കൂറുകാരാണ്. കാർത്തികയുടെ മുക്കാലും രോഹിണി മകയിരത്തിൻ്റെ അരഭാഗവും ചേർന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം ഇവരുടെ ധനസ്ഥാനത്താണ് വ്യാഴം രാശി മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും, ധനവരവിന് വർധനയുണ്ടാകും, ശത്രുനാശം സംഭവിക്കും, പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള സമയമാണ്, വരുമാനം പല രീതിയിലും വർദ്ധിക്കും, വിവാഹ തടസ്സങ്ങളുണ്ടായ തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും ഇടവം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് വരുവാൻ പോകുന്നത്. അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം കാലടങ്ങിയ ചിങ്ങം രാശിക്കാർക്ക് 11-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏറെ നാളത്തെ ആഗ്രഹങ്ങൾ സാധ്യമാവുന്നതാണ്. തൊഴിൽ പുരോഗതി ഉണ്ടാവും. ഇവർ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ തന്നെയുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാമേഖലയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പുരോഗതി ഉണ്ടാവും. ആരോഗ്യം മെച്ചപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ഭാഗ്യം തെളിയും. എല്ലാ അർത്ഥത്തിലും ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറുന്ന ഒരു വർഷം തന്നെയാണെന്ന് പറയാം. അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും ചേർന്ന തുലാം രാശിക്കാർക്ക് വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിതത്തിലുണ്ടായിരുന്ന തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറി തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഭാഗ്യങ്ങൾ വന്നു നിറയുക തന്നെ ചെയ്യും. ഇവരുടെ ഒരുപാട് നാളത്തെ മനസ്സിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാനും അതുമൂലം വരുമാനം വർദ്ധിക്കുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശ ജോലിക്ക് സാധ്യത കൂടുതലാണ്. വിദേശവാസം സാധ്യമാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ വിദ്യാഭ്യാസത്തിനും സാധ്യത കാണുന്നു. എല്ലാ അർത്ഥത്തിലും തുലാം രാശിക്കാർക്ക് സർവൈശ്വര്യങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകാൻ പോകുന്നത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ധനുരാശിക്കാർക്ക് 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ്സിൽ വളരെ മാറ്റങ്ങളുണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ വളരെയധികം പുരോഗതികൾ കാണുന്നു. ഗൃഹനിർമ്മാണം സാധ്യമാകുന്നതാണ്. ഭൂമി സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഭൂമിയെല്ലാം കൈവശം വന്നു ചേരുന്നതാണ്. വളരെയധികം സമ്പത്ത് വരാൻ സാധ്യത കാണുന്നു. വിദേശ ജോലി ലഭിക്കുവാനും അതിൽ നിന്ന് വരുമാനം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ കൂട്ടു ബിസിനസ്സിനും നടത്തുന്നതിനും അതിൽ നിന്ന് പുരോഗതി ഉണ്ടാകാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചമായിരിക്കും. വിദ്യാഭ്യാസത്തിനും നല്ല സമയം തന്നെയാണ്. ഉയർന്ന ഉപരിപഠനത്തിനും പരീക്ഷകളിൽ നല്ല വിജയം നേടുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണെന്ന് പറയാം. എല്ലാം കൊണ്ടും ധനുരാശിക്കാർക്ക് വ്യാഴമാറ്റം വളരെയധികം ഗുണദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. അവിട്ടത്തിൻ്റെ അരയും ചതയവും പൂരട്ടാതിയുടെ മുക്കാലും ചേർന്ന കുംഭരാശിക്കാർക്ക് 5-ാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത്. കുംഭം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതിയുമില്ല എന്നൊരവസ്ഥയാണ്. ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും മഹാപേമാരി തന്നെ ആയിരുന്നു ഈ രാശിക്കാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്ന ഒരു രാശി തന്നെയാണ് കുംഭം രാശിക്കാർ. ഇവരനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും എല്ലാത്തിനും ഒരു ഫലം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ ഗൃഹനിർമ്മാണത്തിലുണ്ടായിരുന്ന സർവ്വ തടസ്സങ്ങളെല്ലാം മാറി പുതിയ ഗ്രഹത്തിലേക്ക് മാറുന്നതിനും പുതിയ ജോലി ലഭിക്കുന്നതിനും പുതിയ ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും
എല്ലാത്തിനും പറ്റിയൊരു സമയമാണ്. സമ്പത്ത് വർദ്ധിക്കും, ഐശ്വര്യം നിറയും, ആരോഗ്യമുണ്ടാവും, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. പൂർവിക സ്വത്തുകൾ കൈവശം വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. വിലപിടിപ്പുള്ള പല വസ്തുക്കളും കൈവശം വന്നു ചേരുന്നതാണ്. ഭൂമി, വാഹനം എല്ലാം സാധ്യമാകുന്നതാണ്. വിദ്യാപുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മാറ്റമുണ്ടാകും. ആരോഗ്യം വളരെയധികം മെച്ചമാകും. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഈ വ്യാഴമാറ്റം കൊണ്ട് കുംഭം രാശിക്കാർക്ക് ഉണ്ടാവുമെന്ന് പറയാം. എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.